ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AJC Vlogs. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കിഷലിൻ്റെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു നിർത്തി. പക്ഷേ ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ആവണേന്ന്. കാരണം നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചധികം വിഷ്വൽസ് വേണം. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് അത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ പല ദിവസങ്ങളായിട്ട് പല വെറൈറ്റി സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി കഫേയിലോട്ട് പോകണേ. കേരളത്തിൽ അങ്ങനത്തെ ഒരു കഫേ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ദുബായിലും പല സ്ഥലങ്ങളിലും ഞാൻ അങ്ങനത്തെ ഒരു കഫേനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ പോയിട്ടില്ല. അതിനൊരു ആ കഫേയിൽ കയറി ഒരു എക്സ്പീരിയൻസ് ചെയ്തില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ. അപ്പോൾ വേറൊന്നുമില്ല, കിഷലിലൊരു ഐസ് കഫേയിലോട്ടാണ് ഞാൻ നിന്ന് ഈ വ്ളോഗിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ അവർ അഡ്വർടൈസ്മെൻറ്റ് പറയണത് -10 ഡിഗ്രി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും, എങ്ങനെയുണ്ട് സംഭവങ്ങൾ, അടിപൊളിയാണെന്നൊക്കെ നമുക്ക് ഈ വ്ളോഗിലൂടെ നമുക്ക് നോക്കാം. പോവാം. കയറുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരും. കാരണം -10 ഡിഗ്രി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ജസ്റ്റ് ഒരു ജാക്കറ്റ് മാത്രം. അപ്പോൾ എനിക്കുള്ള ജാക്കറ്റ് ഇതേ തന്നെ ഉണ്ട്. ഞാൻ അത് ടേക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു. അപ്പോൾ നമ്മളിതിൻ്റെ ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഇങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. കാരണം -10 ഡിഗ്രിയാണ്. അപ്പോൾ എത്രത്തോളം നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അവർ നമുക്ക് ഇങ്ങനത്തെ ഒരു ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാനാണ്. പറഞ്ഞ ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ന്യൂസ്. അപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ കാര്യം ഡീറ്റെയിലൊക്കെ ഞാൻ പുറത്തു പോയിട്ട് പറഞ്ഞുതരാം. കാരണം ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒന്നും രക്ഷയില്ല. ഒരു ഫുൾ സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കേൾക്കില്ല. അപ്പം എന്തായാലും ഞാൻ പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത് പറഞ്ഞുതരാം. ഓക്കെ. സംഭവം ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാം ഉള്ളത്. ചെറിയൊരു റൂമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. എടുത്തു, പക്ഷേ നോയ്സ് ഭയങ്കര നോയ്സ്. ഉള്ളിൽ നല്ല സൗണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സൗണ്ടാണ് ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു 1 person 50 ടൊമാൻ. ഏകദേശം നമ്മുടെ നാട്ടിൽ 300 റുപ്പി എടുത്ത് വരും. അപ്പോൾ നമ്മൾ 50 ടൊമാൻ ഓക്കെ 50 ടൊമാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 person 50 ടൊമാൻ ഇവിടുത്തെ ചാർജ്. അപ്പോൾ 50 ടൊമാൻ കൊടുത്ത ശേഷം നമുക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെയാണ്. അതായത് കോഫി ഉണ്ട്, കാപ്പിച്ചിനോ ഉണ്ട്, അതുപോലെ ടീ ഉണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട്, കോൾഡ് വാട്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് സൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പ് തന്നെ ഒരു 3-4 വെറൈറ്റീസ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം. 2 കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാം. എക്സ്ട്രാ ഉള്ള സാധനങ്ങൾ നമ്മൾ പേ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കയറിയ ഐസ് കഫേ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് അവിടെ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് അവിടെ നിന്ന് പറയാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ആൾക്കാർ ഇങ്ങനെ വന്നും പോയിരിക്കുന്നതുകൊണ്ട് നമ്മൾ എൻട്രൻസ് നിന്നിട്ടാണ്, ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം കോസ്റ്റ്യൂംസ് എല്ലാം അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയ ശേഷം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിവിടെ കയറിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ തന്നെ പൈസ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം എന്താണ്
നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഒരു കാപ്പിച്ചീനോയും പിന്നെ ഒരു സൂപ്പുമാണ്. സൂപ്പ് എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞാൽ അവർക്ക് അറിയില്ലായിരുന്നു പാഴ്സൽ ചെയ്തുകൊണ്ട്. ഞാൻ കാപ്പിച്ചീനോ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് എയർ കഫേയിൽ പോയിട്ട് ഓർഡർ ചെയ്തതാണ് ഞാൻ ഓർമ്മ. അത് ഫുൾ കോമഡി ആയിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ എയർ കഫേയിൽ പോയിട്ട് ഓർഡർ ചെയ്തു. നമ്മൾ ഒരു അമേരിക്കൻ കാപ്പിച്ചീനോയാണ് ഓർഡർ ചെയ്തത്. അമേരിക്കൻ കാപ്പിച്ചീനോ ഓർഡർ ചെയ്തിട്ട് സാധനം വന്നു കഴിഞ്ഞിട്ട് ഷുഗർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. അത് വൻ വിറ്റായി പോയി ആ സാധനം. ലാസ്റ്റ് എങ്ങനെയോ അത് കുടിച്ച് തീർത്ത് വേഗം ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടുത്തെ സംഭവം നമ്മൾ ഓർഡർ ചെയ്ത് അത് സംഭവം എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം കൊള്ളായിരുന്നു, നല്ല ഉഷാറായിരുന്നു, നല്ല ഉഷാർ കാപ്പിച്ചിനോ. അതുപോലെ തന്നെ സൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പേരെന്നുള്ളത് പാഴ്സൽ എഴുതിയതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം സാധനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊന്നുമില്ല, നമ്മുടെ ചെറുപയറിൻ്റെ സൂപ്പായിരുന്നു. അതായത് നമ്മുടെ ചെറുപയർ കഞ്ഞിയൊക്കെ കുടിക്കൂലേ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാലും വെറൈറ്റി ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ കഫേയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യണ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് കുഴപ്പമില്ല, നല്ലപോലെ എനിക്ക് തോന്നി. അത്യാവശ്യ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ കുട്ടി കിസ് ഐസ് കഫേ, ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ പലരും പറയുന്നുണ്ട് ചിലവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ള എന്നുള്ളത്. അപ്പോൾ അത് പല വ്ളോഗേഴ്സും പറയണ്ട കേട്ടോ. അപ്പോൾ സംഭവം അവർ ഒരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഇനേബിൾ ഓൾ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.